എറണാകുളം ജില്ലയിൽ കുറുപ്പമ്പടിയിൽ നിന്ന് കുറേ വടക്കുമാറി കൊമ്പനാട് എന്നൊരു സ്ഥലമുണ്ട്. കുമ്പനാട് തിരുവല്ലയിലാണ്, വേറെ സ്ഥലമാണ് കൊമ്പനാട്. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള ഒരു മനുഷ്യനെ ഞാനൊരു 14 കൊല്ലം മുമ്പ് പരിചയപ്പെട്ടു. ഞാൻ അയാളോട് ചോദിച്ചു, ചേട്ടാ എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് വേലായുധൻ ജോർജ്. അയ്യടാ, അങ്ങനെ പേരുണ്ടോ മനുഷ്യർക്ക്? ഞാൻ ചോദിച്ചു, അതെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പഴയ പേര് വേലായുധൻ, പുതിയ പേര് ജോർജ്. ഞാൻ രണ്ടും കൂടെ കൂട്ടി അങ്ങോട്ട് പറയും. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ വേലായുധന് പഴയ പേര് മാറി ജോർജ് ഉണ്ടായത്? അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വീടിന് സ്ഥാനം കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ കുലത്തൊഴിലാണത്. ഞാൻ പാരമ്പര്യമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടിന് ഞാൻ കുറ്റിയടിച്ചാൽ എനിക്ക് പ്രതിഫലം വേണം, നിർബന്ധമാണ്. ഒരു കുപ്പിയാണ് അതിനുള്ള പ്രതിഫലം. ഒരു കുറ്റിയടിച്ചാൽ ഒരു കുപ്പി, 2 കുറ്റിയടിച്ചാൽ 2 കുപ്പി, 5 കുറ്റിയടിച്ചാൽ 5 കുപ്പി. ഞാൻ ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ ഉച്ചയ്ക്ക് മുമ്പ് ഒരു 5-6 കുറ്റി അങ്ങ് അടിക്കും. 5-6 കുപ്പിയുമായിട്ട് വീട്ടിൽ വരും. പിന്നെ കുപ്പി തീരുന്നത് വരെ ഞാൻ കുറ്റിയടിക്കില്ല. ഞാൻ ഫ്ലാറ്റായിട്ട് ആഘോഷമായിട്ട് അങ്ങ് ജീവിക്കും. അത് തീരുമ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങും. കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക, കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക. ഇതാണ് വേലായുധൻ്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനോട് പറഞ്ഞ, അച്ഛാ, അങ്ങനെ ഞാൻ ആഘോഷമായിട്ട് ജീവിച്ചു വരുമ്പോൾ എൻ്റെ മകൻ വളർന്ന് വലുതായി. അവനും സ്വാഭാവികമായിട്ടും പാരമ്പര്യമനുസരിച്ച് ഈ ജോലി തിരഞ്ഞെടുത്തു. അവനും കുറ്റിയടിക്കാൻ പോയി തുടങ്ങി. അപ്പൻ്റെ പാരമ്പര്യം ഒട്ടും തെറ്റിക്കാതെ അവനും പ്രതിഫലം കുപ്പിയാക്കി. കാശ് കൊടുത്താലും പറയും വേണ്ട, കുപ്പി മതി എന്ന്. കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക, കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക. അപ്പനും മോനും ഒരേ പരിപാടി തുടങ്ങിയപ്പോൾ വീട്ടിൽ ബഹളമായി. ഒന്നാമത്തെ കുഴപ്പം, മോനെയാണ് അപ്പനേക്കാളും ആളുകൾക്ക് കൂടുതൽ വിശ്വാസം. അതുകൊണ്ട് അപ്പൻ്റെ ജോലി പലതും മോൻ തട്ടിയെടുക്കാൻ തുടങ്ങി. മോന് കൂടുതൽ കുപ്പി കിട്ടുമ്പോൾ അപ്പൻ അസൂയയായി. അപ്പനും മോനും തമ്മിൽ വീട്ടിൽ പൊരിഞ്ഞ അടിയായി. എന്നിട്ട് ജോർജ് ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഒരു ദിവസം ഞാൻ അവൻ്റെ ചെകള കൂട്ടി ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവനെ തല്ലിയത്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അപ്പൻ എന്നെ തല്ലിയെങ്കിൽ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. എൻ്റെ മോൻ പോയി കെട്ടിത്തൂങ്ങി. എൻ്റെ മോൻ പോയി കെട്ടിത്തൂങ്ങി എന്ന് അറിഞ്ഞപാടെ ഒട്ടും പഠിച്ചില്ല. ഞാൻ അടുത്ത മരത്തെ കയറി ഞാനും കെട്ടിത്തൂങ്ങി. എൻ്റെ അച്ഛാ, എന്താ സംഭവിച്ചെന്നറിയില്ല, 2 കയറും പൊട്ടിപ്പോയി. 2 പേരും താഴെ വീണു. ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് ഞങ്ങളെ എടുത്തുകൊണ്ട് പോയവർ 2 പേരെയും ബോധിരം തല്ലി. സത്യത്തിൽ ഈ പണിക്ക് പോയത് കൊണ്ട് ഊടുപാട് തല്ലി കിട്ടിയത് മിച്ചം, ചത്തില്ല. പിന്നെ ഞങ്ങൾ പഴയ പരിപാടിയിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ വീണ്ടും ഞങ്ങൾ തമ്മിൽ ഈഗോ പ്രശ്നം മൂത്തപ്പോൾ വീണ്ടും ഞാൻ അവനെ പിടിച്ച് ചെകള കൂട്ടി ഒരൊറ്റ അടി കൊടുത്തു. അവൻ പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. അവൻ പോയി ഒരു കുപ്പി വിഷം കൊടുത്ത് അങ്ങനെയേ കുടിച്ചു. ഞാൻ ഒട്ടും മടിച്ചില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വിഷമില്ലാഞ്ഞിട്ട് പെങ്ങളുടെ വീട്ടിൽ പോയി ഒരു കുപ്പി വിഷം കൊടുത്ത് ഞാനും കുടിച്ചു. 2 പേരെയും നാട്ടുകാർ ആശുപത്രി കൊണ്ടുപോയി ഛർദ്ദിപ്പിച്ചു. എൻ്റെ അച്ഛൻ അന്നും കെട്ടി ഊടുപാടിയിടി, 2ഉം ചത്തില്ല. വീണ്ടും ഞങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടായപ്പോൾ ഞാൻ അവനെ തല്ലാനോങ്ങിയപ്പോൾ അവൻ എൻ്റെ കൈ കീറി പിടിച്ചു. പറഞ്ഞ, അപ്പാ, ഇനി എന്നെ അടിക്കണ്ട. ഞാനും അപ്പനും ചാകാൻ നോക്കിയിട്ട് ചാകാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചത്ത് കളയാം. എനിക്ക് സമ്മതമായി. ഞങ്ങൾ നേരെ പോയി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടൊരു പുത്തൻ തോർത്ത് മേടിച്ച് 2 പേരും കൈ കൂട്ടിക്കെട്ടി. എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ അങ്കമാലിക്ക് നടന്നു. ആദ്യം വരുന്ന ട്രെയിനിൻ്റെ നെഞ്ചത്ത് ഒട്ടിപ്പിടിക്കാനാണ് ഞങ്ങളുടെ ഭാവം. അപ്പോൾ ഒരു മനുഷ്യൻ ഓടി കൂടെ നടന്നു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? മുന്നോട്ട്. അല്ല, എന്നത്തിനാ പോകുന്നത്? ട്രാക്കിൽ കൂടെ. ഹലോ, ഞങ്ങൾ മുന്നോട്ട് പോവാന്ന്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇപ്പോൾ ട്രെയിൻ വരും. നിങ്ങളെ കണ്ടിട്ട് അപ്പനെയും മോനെയും പോലെ ഇരിക്കുന്നു. നിങ്ങൾ ഇതിനെ പോയാൽ ചത്തുപോയത് എനിക്കെന്താ ചെയ്തം? അല്ല, ഇങ്ങനെ പോകാൻ ഒക്കുകയില്ല. നിങ്ങൾ അങ്ങനെ പോകരുത്. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരം ഇതാ. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായ ഒരാളുണ്ട്. എവിടെ ഇരിക്കുന്നത്? എനിക്കറിയാം. യേശുക്രിസ്തു നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. സ്നേഹിതന്മാരെ, മരിക്കരുത്. മരണമൊന്നിനും മരുന്നല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരമുണ്ട്. യേശു നിങ്ങളെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കും. ഞാനത് പരിചയപ്പെടുത്തി തരാം. ദയവേത് ട്രാക്കിൽ നിന്ന് മാറണം. അയാളെ മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോഴത്തെ ചൂളം വിളിച്ച് ട്രെയിൻ വരുന്നു. രക്ഷപ്പെട്ടെന്ന് ഞാനും എൻ്റെ മോനും ചിന്തിച്ചു കൊണ്ടിരിക്കെ ഈ ട്രെയിനിങ് കൊടുങ്കാറ്റ് വേഗത്തിൽ പാഞ്ഞു വരുമ്പോൾ അയാൾ സർവ്വശക്തിയും എടുത്തുകൊണ്ട് വലിയൊരു അലർച്ചയോടെ ഞങ്ങളെ പറിച്ച് ട്രാക്കിൽ നിന്ന് അങ്ങ് എറിഞ്ഞു. കൂടെ അയാളും ചാടി. എണീറ്റപാടെ കയ്യലക്കെട്ട് ഞങ്ങൾ അഴിച്ചു. ഒറ്റയടി ഞാൻ അയാളുടെ കരണക്കുറ്റി കൊടുത്ത് ചാകാനും സമ്മതിക്കില്ലേ. മറ്റേ ചെവിക്ക് മോനും കൊടുത്തു വരണം. ഇയാൾ ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകൊത്തി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനിയും എന്നെ തല്ലിക്കോ, ചാകരുത്. നിങ്ങൾ നിരാശരാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ പിന്നെ എവിടെയാണോ ആ ദൈവത്തെ കാട്ടിത്ത? ഈ മനുഷ്യൻ അവരെ വണ്ടി കയറ്റി കൊണ്ടുപോയി ധ്യാനകേന്ദ്രത്തിൽ. ദൈവമക്കളെ, ഒരാഴ്ച അവിടെ താമസിച്ചപ്പോൾ അവിടെ കണ്ടതും കേട്ടതും ഒന്നും മനസ്സിലായില്ലെങ്കിലും
മനസ്സിന് ഇത്തിരി സമാധാനം കിട്ടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ അച്ഛനോട് പോയി അപ്പനും മോനും കൂടെ ചോദിച്ചു, ഒരാഴ്ച ഞങ്ങൾ ഇവിടെ ഇരുന്നു, ഞങ്ങൾ ഇന്ന ജാതിയിൽപ്പെട്ടവരാ, ഏതാണ്ടൊക്കെ മനസ്സിലായി, പക്ഷെ ഒരു ശാന്തിയൊക്കെ തോന്നുന്നുണ്ട്, ഞങ്ങൾ ചാകാൻ പോയതാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഒരാഴ്ചയും കൂടെ ഇവിടെ ഇരുന്നോട്ടെ. അച്ഛൻ പറഞ്ഞിരുന്നോ. 2 ആഴ്ച ധ്യാനം കൂടി. 2ാമത്തെ ആഴ്ച ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഏതാണ്ടൊക്കെ വെളിച്ചം കിട്ടി. സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പാപിക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ടെന്നും അവൻ്റെ പേര് യേശു എന്നാണെന്നും എങ്കിൽ ഞങ്ങളുടെ പാപത്തിന് ക്ഷമയുണ്ടെന്നും യേശു ക്ഷമിക്കുന്ന സ്നേഹമാണെന്നും ഒക്കെ അപ്പനും മോനും മനസ്സിലായി. അവർ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്നാൽ പിന്നെ ഒരാഴ്ച കൂടി ഇരിക്കാൻ സമ്മതിക്കുമോ? അച്ഛൻ പറഞ്ഞിരുന്നോ. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്പനും മോനും ധ്യാനം കൂടി. അവർ നിലത്ത് മുട്ടുകുത്തി ഇഴഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പോരാൻ നേരത്തെ അച്ഛനോട് ചോദിച്ചു, ഇവിടെ നിന്ന് വെറും കൈയോടെ പോകാൻ മനസ്സില്ലച്ചോ, ഞങ്ങൾക്ക് വല്ലതും തന്നയക്കാമോ? 2 പേർക്ക് ഓരോ ബൈബിൾ കൊടുത്തയച്ച അച്ഛൻ. ഹല്ലേലൂയ. ആ മനുഷ്യൻ ആ ബൈബിൾ എടുത്ത് എന്നെ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ബൈബിള്, ഒരു 4 ബൈബിളിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ മറിച്ച് പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ബൈബിൾ ആയുസ് തുറന്നിട്ടില്ല, അതുകൊണ്ട് മേടിച്ചതുപോലെ പുത്തനായിട്ടിരിപ്പുണ്ട്. സ്ഥിരമായിട്ട് ബൈബിൾ ഉപയോഗിക്കുന്നവരുടെ ബൈബിൾ കണ്ടാൽ അതിങ്ങനെ വീർത്തിരിക്കുന്നുണ്ടാവും, ഓരോ പേജും പറഞ്ഞിട്ട്. നിങ്ങളുടെ ബൈബിൾ കണ്ടാൽ പറയാം നിങ്ങളുടെ ആത്മീയതയുടെ നിലവാരം എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ തിരിച്ചു വന്നു, ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടിയും തീരുമാനിച്ചു. അന്ന് മുതൽ ഞാൻ സുവിശേഷ വേല തുടങ്ങി. ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ പിന്നെ ഞാൻ ആയുസ്സിൽ ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല, വീടി വലിച്ചിട്ടില്ല, മോശം വർത്തമാനം എൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല, ഞാൻ ഒരാളോട് മാറി നില്ലെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ നാട്ടിൽ എന്നെ കാണുമ്പോൾ വഴി മാറിപ്പോയിരുന്ന സകല മനുഷ്യരും ഇന്ന് എൻ്റെ സ്നേഹിതരാണ്. എൻ്റെ നാട്ടിൽ എന്നെ കാണുമ്പോൾ വളരെ വേദനയോടെ രോദനത്തോടെ എന്നെ നോക്കി എന്നാലും എൻ്റെ വേലായുധ എന്ന് പറഞ്ഞിരുന്നവരൊക്കെ ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വേദപുസ്തകം പഠിക്കാൻ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളുണ്ട്. അയാൾ വേദപുസ്തകം പഠിപ്പിക്കുന്നയാളായി മാറി. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യൻ കുറെ കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയിൽ അംഗത്വം എടുത്തു. അയാൾ ജോർജായിട്ട് മാറി. അയാൾ സ്നാനമെടുത്തു. അയാളുടെ മകൻ ആന്റണിയായി. വർഷത്തിലൊരിക്കൽ അവരുടെ വീട്ടിൽ അവരുടെ മാനസാന്തരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 3 ദിവസത്തെ ബൈബിൾ കൺവെൻഷൻ നടത്തും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ പ്രസംഗിക്കാൻ അവിടെ പോകുമ്പോൾ വേദപുസ്തകം അല്ലാതെ വേറെ ഒന്നും കൊണ്ടുപോകത്തില്ല. കാരണം അവിടെ പ്രസംഗിക്കാൻ വിഷയം വേണ്ട. അവിടെ ചെല്ലുമ്പോൾ വിഷയം താനെ മോളിൽ നിങ്ങൾ ഇറങ്ങി വരും. കാരണം ജ്വലിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സംഘമാണ് അവർ പാട്ട് പാടുമ്പോൾ നിലം തൊടാതെ ഈ കുഞ്ഞുങ്ങൾ പറന്ന് നൃത്തം ചവിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ആളുകളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രിയപ്പെട്ടവരെ, ഈ ജോർജ് ചേട്ടന് 2 കൊല്ലം മുമ്പ് ബ്ലാഡറിന് ക്യാൻസർ വന്നു. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ജോർജ് ചേട്ടൻ ഭയങ്കര സ്തോത്രമാ, ഹല്ലേലൂയ പാടി നിലത്ത് കിടന്ന് തുള്ളുകയാണ്. അപ്പോൾ ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാൻസറാന്ന് പറഞ്ഞാൽ മനുഷ്യരെ പിന്നെ ചിരിക്കത്ത് പോലും ഇല്ല, ജോർജ് ചേട്ടൻ എന്താ ഇങ്ങനെ പാട്ട് പാടി നൃത്തം ചവിട്ടുന്നത്? അപ്പോൾ ജോർജ് ചേട്ടൻ എന്നോട് കൈ അടിച്ചിട്ട് പറഞ്ഞു, അച്ഛനറിയാമോ, എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തും. ഹല്ലേലൂയ. എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രിയനെ കാണും. ഹല്ലേലൂയ. എത്രയും പെട്ടെന്ന് ഞാൻ അവൻ്റെ പൊന്നുമുഖം ചുംബിക്കും. ഹല്ലേലൂയ. ജന്മം കൊണ്ട് ക്രിസ്ത്യാനി, കുഞ്ഞു പ്രായത്തിൽ തലയിൽ മാമോദീസ വെള്ളം വീണതാ. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും ഈ ജോർജ് ചേട്ടന്റെ മുമ്പിൽ നിന്ന് ഒരു വിശ്വാസിയാണ് ഞാനെന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടോ? എവിടെ നിൽക്കുന്നു നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം? പ്രിയപ്പെട്ടവരെ, ഈ നമ്മളൊക്കെ ഒരാൾ ക്യാൻസർ ആണെന്നറിഞ്ഞാൽ പിന്നെ വീട് വിട്ടിറങ്ങില്ല, അയൽവക്കത്തെ വീട്ടിൽ പോവില്ല, എല്ലാവരും കൂടെ ഒന്ന് കാണണം. കരച്ചിലും പിടിച്ചിലുമാണ്. ജോർജ് ചേട്ടന് യൂറിൻ പോവാത്തതുകൊണ്ട് ബ്ലാഡർ ഇട്ട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ട്യൂബ് ഇട്ടേക്കുക. ഈ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പിലത്തെ 2 വർഷവും ഈ യൂറിനറി ബ്ലാഡർ ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ തൂക്കി പിടിച്ചോണ്ട് ഈ മനുഷ്യൻ ലോകത്തുള്ള സകല യോഗത്തിനും പോയിരുന്ന് പ്രാർത്ഥിക്കും, ഹല്ലേലൂയ വിളിക്കും. എൻ്റെ മോൻ്റെ ആനിവേഴ്സറിക്ക് കഴിഞ്ഞ 2 വർഷവും ഈ ബ്ലാഡറും തൂക്കിപ്പിടിച്ച്, ഈ പ്ലാസ്റ്റിക് സഞ്ചിയിൽ ബൈബിളാണെന്ന ആളുകളുടെ വിചാരം, ഇതും തൂക്കിപ്പിടിച്ച് ഈ മനുഷ്യൻ ഈ ട്യൂബ് ഇട്ടിട്ട് ആ അവസ്ഥയിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് മോൻ്റെ ആനിവേഴ്സറിക്ക് പാട്ടുപാടി ആരാധിച്ചിട്ട് പോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, അയാളുടെ പേരാ വിശ്വാസി. അയാളെയാ ശരിക്കും ക്രിസ്ത്യാനി എന്ന് വിളിക്കേണ്ടത്. നമ്മളൊക്കെ എന്തിനാ മക്കളെ ഈ വേഷം കെട്ടിയാടുന്നത്? ഷാപ്പ് വിഴുങ്ങിയും ലോകത്തെ സകല പാപവും, എല്ലാ വ്യഭിചാരവും, എല്ലാ ആസക്തികളും, എല്ലാ അഹങ്കാരവും, എല്ലാ മത്സരവും, എല്ലാ നികളവും, അതുപോലെ വൈരാഗ്യവും വെറുപ്പും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ആകില്ല. ക്രിസ്തുവിലാകണം. പുതിയ സൃഷ്ടിയായാൽ പിന്നെ പഴയതില്ല. ഈ മനുഷ്യൻ 5-8 മാസം മുമ്പ് ലോകം വിട്ടു പിരിഞ്ഞു. ആ മനുഷ്യൻ അത്യാസന നിലയിലാണെന്നറിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ, നാവ് ഉയർത്താൻ പ്രയാസമാണെങ്കിലും എൻ്റെ തലവട്ടം കണ്ടപ്പോൾ പറയച്ചോ പ്രൈസ് ദി ലോർഡ് എന്ന മനുഷ്യൻ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ അയാളുടെ അരികിൽ ഏറെ നേരം ഇരുന്നു.
ഞാൻ അയാളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അയാൾ പതുക്കെ എന്നോട് പറഞ്ഞു, ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി, ജോർജിന് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഉള്ളു നിറഞ്ഞ് തൂകി ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പിറ്റേന്ന് അതിരാവിലെ ആന്റണി വിളിച്ചു പറഞ്ഞു, അപ്പച്ചൻ വീട്ടിൽ പോയി അച്ഛാ. എനിക്കന്ന് ദൂരെ എവിടെയോ കൺവെൻഷന് പോകണം. പക്ഷേ നേരം വെളുക്കും മുമ്പ് ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ മൃതദേഹത്തിനരികിൽ നിന്ന് ഈ ലോകത്ത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ ഞാൻ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഇതെൻ്റെ ബോധ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്. നീ ഒരു ക്രിസ്ത്യാനിയായി തീർന്നിട്ടുണ്ടോ? സ്നേഹിത സഹോദരി, നീ ഒരു ക്രിസ്ത്യാനിയായി തീർന്നിട്ടുണ്ടോ? നിനക്കറിയുമോ ക്രിസ്തു ആരാണെന്ന്? അവൻ നിന്റെ രക്ഷിതാവാണ്. അവൻ നിന്റെ പാപപരിഹാരകനാണ്. അവൻ വന്നത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. അത് നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഈ രാത്രി ഈ മുറ്റത്ത് നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഈ രാത്രി ഈ മുറ്റത്ത് നീ നിന്റെ പാപത്തോട് വിട പറയണം. ഈ രാത്രി ഈ മുറ്റത്ത് വെച്ച് നിന്റെ പഴയ മനുഷ്യനെ നീ ഉരിഞ്ഞു കളയണം. ഈ രാത്രി ഈ മുറ്റത്ത് വെച്ച് നിന്റെ പഴയ സ്വഭാവങ്ങളെല്ലാം, നിന്റെ വൈരാഗ്യവും നിന്റെ വെറുപ്പും നിന്റെ പകയും നിന്റെ പിണക്കവും ഒപ്പം നിന്റെ മദ്യപാനവും നിന്റെ വ്യഭിചാരശീലവും നിന്റെ അശുദ്ധി കാണാനുള്ള മോഹവും നിന്റെ എല്ലാ തിന്മയും എല്ലാം അതിൻ്റെ ആധിക്യവും നീ വിട്ടുകളയണം. ഈ രാത്രി ഈ മുറ്റത്ത് വെച്ച് നീ പുതിയ സൃഷ്ടിയായി മടങ്ങണം. ഹല്ലേലൂയ. വേഷം കെട്ട് ക്രിസ്ത്യാനിയായി ലോകരെ കബളിപ്പിച്ചതും കർത്താവിനെ മുറിവേൽപ്പിച്ചതും മതി. ഇന്ന് രാത്രി ഈ കേട്ടത് പച്ച പരമാർത്ഥമാണ്. പാപമോചനം പ്രാപിക്കാതെ സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. സ്വർഗം അവിടെ തരിശായി കിടന്നാലും ഒരു പാപി, ഒരശുദ്ധൻ അവിടെ കയറില്ല. വിശുദ്ധീകരണം പ്രാപിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴി യേശുക്രിസ്തുവിന് ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് ജീവിതം കൊടുക്കുക. ഇന്ന് രാത്രി നിലവിളിച്ചുകൊണ്ട് പറയട്ടെ മക്കളെ, ഇന്ന് രാത്രിയെങ്കിലും നീ നിന്റെ ജീവിതം യേശുവിന് കൊടുക്കാൻ തീരുമാനിക്കുക. ഒരുപക്ഷെ ഇതുപോലൊരു ചാൻസ് ജീവിതത്തിൽ ഇനി കിട്ടിയില്ലെങ്കിലോ? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണല്ലോ അവൻ സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നത്. ഇപ്പോഴും ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തു അവൻ രക്ഷിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എന്തിനാണ് അച്ഛൻ ചങ്കുപൊട്ടി ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതെന്നറിയാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും നരകത്തിൽ ചെല്ലരുതെന്ന്, നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ നിർത്തിയത്. ഹല്ലേലൂയ. അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്, അവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല. പാപിയെ ശിക്ഷിക്കാനാണെങ്കിൽ അവൻ മനുഷ്യാവതാരം എടുക്കേണ്ടിയിരുന്നില്ല, സ്വർഗത്തിലിരുന്ന് ശിക്ഷിച്ചാൽ മതിയായിരുന്നു. പാപിയെ ശിക്ഷിക്കുന്നവനാണെങ്കിൽ അവൻ കാൽവരിയിൽ കുരിശു ചുമന്ന് പോകേണ്ടിയിരുന്നില്ല, പാപിയെ ശിക്ഷിച്ചാൽ മതിയായിരുന്നു. അവൻ രക്ഷിക്കുന്നവനായതുകൊണ്ടാണ് പാപി ഏൽക്കേണ്ട ശിക്ഷ, ഞാനും നിങ്ങളും ഏൽക്കേണ്ട ശിക്ഷ നമ്മുടെ മേൽ വരാതെ അവൻ ഏറ്റെടുത്തത്. ഹല്ലേലൂയ. അവൻ മരണത്തെ ജയിച്ച ദൈവമാണ്, അവൻ രക്ഷിക്കുന്ന കർത്താവാണ്. പക്ഷേ ഒരു കാര്യം ഇന്ന് രാത്രി എല്ലാവരും തിരിച്ചറിയണം. ഒരാൾക്ക് പനിയാണ്, മരുന്ന് കുടിച്ചാൽ പനി മാറും. പനിയുടെ മരുന്ന് വാങ്ങി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ മരുന്ന് അവിടെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ പനിച്ച് കട്ടിലിൽ കിടക്കുകയാണ്. ഇയാൾ ഈ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ഈ പനി മാറില്ല. ഹല്ലേലൂയ. ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഒരു പാപി തന്റെ പാപത്തിൽ ജീവിതം തുടർന്നാൽ അവന്റെ പാപം അവനെ വിട്ടുപോകില്ല, അവൻ രക്ഷപ്പെടില്ല. ഹല്ലേലൂയ. മരുന്ന് കഴിച്ചാലേ രോഗം മാറത്തുള്ളൂവെങ്കിൽ യേശുവിലായാലേ രക്ഷ സ്വന്തമാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവിതം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് നാളേക്ക് മാറ്റിവെക്കരുത്. കാരണം ഈ രാത്രി പുലരും മുമ്പ് ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും നിശ്ചയമില്ല. ഈ രാത്രി ഈ ശുശ്രൂഷാനന്തരം വീട്ടിൽ വരെ ചെല്ലുമെന്നുറപ്പില്ല. ഈ നിമിഷം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ആരെയും ഭയപ്പെടുത്തുകയല്ല, വ്യക്തമായി ഒരു സത്യം പറയുകയാണ്. ഈ ലോകം വല്ലാത്തതാണ്, ഈ കാലം ദുഷിച്ചതാണ്, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇന്ന് രാത്രി നിലവിളിച്ച് അനുദപിക്കുവേൻ, മാനസാന്തരപ്പെടുവേൻ. ഒരുത്തനൊരുത്തി ക്രിസ്തുവിലാകുമ്പോഴാണ് പുതിയ സൃഷ്ടിയായി തീരുന്നത്. ദൈവം പുതുതായി സൃഷ്ടിച്ച മനുഷ്യൻ, പ്രയാണമാർഗത്തിൽ പാപം ചെയ്ത് പഴതായി പോയ മനുഷ്യൻ വീണ്ടും പുതുതായി തീരേണ്ടതിന്
ഏദൻ തോട്ടത്തിൽ വെച്ച് ആവിഷ്കരിച്ച് പ്രഖ്യാപിച്ചതായ രക്ഷാപദ്ധതി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്ത് മാനവകുലത്തെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവെക്കുമെന്ന് സ്വർഗം നമുക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്ത രക്ഷാപദ്ധതി നിവർത്തീകരിക്കാൻ കാലത്തിന്റെ പൂർത്തീകരണത്തിൽ കന്യക മറിയമെന്ന പുരുഷ സ്പർശമേൽക്കാത്ത സ്ത്രീയുടെ സന്തതിയായി കല്ലിടാവിൽ പിറന്നു വീണവൻ, 33.5 തിരുവയസ്സ് ഈ ഭൂമിയിൽ മർത്യനായി ജീവിച്ചവൻ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രാണൻ വെച്ചവൻ. ഹല്ലേലൂയ! യേശുവിൽ രക്ഷ സൗജന്യദാനമാണ്. യേശുവിൽ രക്ഷ സൗജന്യദാനമാണ്. അതിന് വില കൊടുക്കണ്ട, വില കൊടുത്താൽ കിട്ടില്ല. ആകെ കൊടുക്കേണ്ടത് മാനസാന്തരപ്പെട്ട് പാപത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ രാത്രി അതിന് മനസ്സാകുമെങ്കിൽ ഈ ജനം രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ! ഈ രാത്രി ആരെങ്കിലും പാപത്തോട് വിട പറഞ്ഞ് യേശുവിന് ജീവിതം കൊടുക്കുമെങ്കിൽ അവർ പുതിയ സൃഷ്ടികളായി മടങ്ങും. ഇന്ന് ഈ മുറ്റത്തു നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ പുതിയതായി മടങ്ങുമെന്ന് ആരാണ് തീരുമാനിക്കുക? എനിക്ക് തോന്നുന്നത് ഈ വീടിൻ്റെ മുറ്റത്തേക്ക് വരാൻ ഒരു ഗേറ്റേ ഉള്ളൂ, 2 വഴികളില്ല. ഒരു വഴിയിലൂടെയാണ് മുഴുവൻ ആളുകളും വന്നത്. തിരികെ പോകുന്നത് അതേ വഴിയിലൂടെ ആയിരിക്കും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഓരോരുത്തരും ആ ഗേറ്റ് കടന്നു പോകുമ്പോൾ ഗേറ്റിൻ്റെ ഒരു വശത്ത് യേശുക്രിസ്തു നിൽക്കുന്നുണ്ടാകും, മറുവശത്ത് പിശാചം നിൽക്കുന്നുണ്ടാകും. ദൈവമക്കളെ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ജീവിതം യേശുവിന് കൊടുത്തിട്ടല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് അവിടെ നിന്ന് നിലവിളിക്കും. സാത്താൻ കൈകൊട്ടിച്ചിരിക്കും. എൻ്റെ അക്കൗണ്ടിൽപ്പെട്ടയാളാണെന്ന് അവൻ വിളംബരം ചെയ്യും. യേശുവിനെ അവൻ പരിഹസിക്കും. നിങ്ങൾ ഈ മുറ്റത്ത് വെച്ച് ജീവിതം യേശുവിന് കൊടുത്തിട്ടാണ് പടിയിറങ്ങിപ്പോകുന്നതെങ്കിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ചുണ്ട് വിടർത്തി അവൻ ചിരിക്കും. സാത്താൻ തലതല്ലി കരയും. ഇന്ന് ഈ മുറ്റം വിട്ട് കടന്നു പോകുമ്പോൾ, നിങ്ങൾ കടന്നു പോകുമ്പോൾ യേശു ചിരിക്കുമോ കരയുമോ? യേശു ചിരിക്കുമോ കരയുമോ? ദൈവ പൈതലെ, നീ ഈ മുറ്റം വിട്ട് കടന്നു പോകുമ്പോൾ സാത്താൻ ചിരിച്ചുവെങ്കിൽ അയ്യോ കഷ്ടം, കർത്താവ് കരയുമല്ലോ. അതിനിടവരാതിരിക്കട്ടെ. എൻ്റെ ദൈവമേ, ഈ മുറ്റം വിട്ട് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ കർത്താവ് കരയാൻ ഇടവരില്ല. ഞാനത് സമ്മതിക്കില്ല. ഇനി എന്നെ തമ്പുരാൻ കരയണ്ട, നീ എനിക്ക് വേണ്ടി കുരിശിൽ ചോര ഊറ്റിയ ദൈവമാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം നിനക്ക് അടിയറ വയ്ക്കുന്നു എന്ന് ചങ്കുപൊട്ടി വന്ന് തമ്പുരാനോട് പറയാൻ മനസ്സുള്ള ആരെങ്കിലും ഈ മുറ്റത്തുണ്ടോ? നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. തീരുമാനമെടുക്കേണ്ടത് ഇപ്പോഴാണ്. സമർപ്പണം എടുക്കേണ്ടത് ഇപ്പോഴാണ്. പ്രാർത്ഥിച്ച് ജീവിതം യേശുവിന് കൊടുക്കേണ്ടത് ഇപ്പോഴാണ്. കർത്താവേ, ഈ കണ്ട കാലമത്രയും ഞാനൊരു ക്രിസ്ത്യാനി എന്ന പേരും പേറി ജീവിതം നിനക്ക് തരാതെ കുടിച്ചും കൂത്താടിയും ലോക ഇമ്പങ്ങളിൽ മുഴുകിയും പാപത്തെ പുണർന്നും അതിനെ പ്രണയിച്ചും ലോകം വെട്ടിപ്പിടിച്ചും അതിൻ്റെ ഇമ്പങ്ങളെ സമ്പാദിച്ചും ഞാൻ ലോകാനുരൂപിയായി ജീവിച്ച പാപിയാണപ്പാ. ഞാൻ പഴയതാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ അശുദ്ധിയുണ്ട്. ഞാൻ പഴയതാണ്. എനിക്ക് മദ്യപാന ശീലമുണ്ട്, എനിക്ക് വ്യഭിചാര ശീലമുണ്ട്. എൻ്റെ കണ്ണ് അശുദ്ധ മോഹങ്ങൾ കാണുന്നതാണ്, അശ്ലീലം കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ ഉള്ളിൽ പകയുണ്ട്, എൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ട്, എൻ്റെ ഉള്ളിൽ വിദ്വേഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് വൈരാഗ്യമാണ്. ദൈവമേ, ഞാനൊരു ദ്രവ്യാഗ്രഹിയാണ്, ഞാനൊരു തട്ടിപ്പുകാരനാണ്. ദൈവമേ, തിന്മയുടെ മൂർത്തിഭാവമാണ്. ഞാൻ പഴയതാണ്. ഇന്നെനിക്ക് മനസ്സിലായി ഞാൻ പുതിയതായി തീരണം. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ. പഴയതായ പാപിയെ പുതിയതായി തീർക്കാൻ സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങി വന്ന എനിക്ക് വേണ്ടി പ്രാണൻ വെച്ച് ക്രൂശേറിയ കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തന്നാൽ ഞാൻ പുതിയതായി തീരും. ഇന്ന് രാത്രി ഇവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞ് ഞാൻ എൻ്റെ പാപം നിന്റെ പാദപീഠത്തിൽ വെച്ച് ഉപേക്ഷിച്ച് തമ്പുരാനെ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഞാനൊരു പാപിയായി ഈ മുറ്റം വിട്ട് മടങ്ങില്ല. ഞാൻ മടങ്ങിപ്പോകുമ്പോൾ ദൈവമേ, നീ കരയാൻ ഇടവരരുത്. സാത്താൻ നിലവിളിക്കട്ടെ, നരകം തകർന്നു പോകട്ടെ, സ്വർഗം ആനന്ദം കൊള്ളട്ടെ. ഞാൻ ഇന്ന് നിന്റെ വകയാണ് എന്ന് ദൈവമേ, ഇവിടെ ഇരിക്കുന്ന ജനത്തിൽ ഒത്തിരി പേർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഇതിനു മുമ്പ് സുവിശേഷ യോഗം കേൾക്കാൻ പോയതുപോലെയല്ല, ചങ്ക് പൊട്ടിയാണ് ഈ ജനം നിലവിളിക്കുന്നത്, കണ്ണുനീരോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞാൻ വന്നതുപോലെ മടങ്ങി പോകില്ലെന്ന്, ദൈവമേ, ഞാൻ പുതിയ സൃഷ്ടിയായിട്ട് തന്നെ മടങ്ങുമെന്ന്, ഞാൻ എൻ്റെ പാപത്തെ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നുവെന്ന്. ഇനി ഞാൻ പഴയ മനുഷ്യനായിട്ടല്ല എൻ്റെ വീട്ടിലേക്ക് പോവുക, ഇനി പഴയ മനുഷ്യനായിട്ടല്ല നാട്ടുകാരെന്നെ കാണുക. ദൈവമേ, ഞാൻ പുതിയതാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ സാക്ഷ്യമുള്ള ദൈവ പൈതലാണ്. ഇനി ഞാൻ നിന്റെ വകയാണ്. ദൈവമേ, ഈ മുറ്റത്ത് ഒഴുകുന്ന കണ്ണുനീർ നീ കണ്ടല്ലോ.
സമർപ്പണമെടുത്ത മക്കളെ നീ കണ്ടല്ലോ, ചങ്ക് പൊട്ടിക്കരഞ്ഞ മക്കളെ നീ കണ്ടല്ലോ. ഈ രാത്രി കേട്ട സുവിശേഷത്തിൻ്റെ മർമ്മം മനസ്സിലായിട്ട് ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തില്ലെങ്കിൽ അതെനിക്ക് നഷ്ടമാണെന്ന് ബോധ്യപ്പെട്ട് നിലവിളിക്കുന്ന മക്കളെ നീ കണ്ടല്ലോ. ദൈവമേ, ഒരു വേലായുധൻ ജോർജായി, ഒരു വിശുദ്ധനായി ഈ ലോകത്തോട്ടം പൂർത്തിയാക്കി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് കൊതി പറഞ്ഞതുപോലെ ദൈവമേ, ഈ ജനം മുഴുവനും നിന്റെ പക്ഷത്ത് വരട്ടെ. ഹല്ലേലൂയ. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. സകലരും നിന്റെ പക്ഷത്ത് വരട്ടെ. ഇത് കേട്ടിട്ട് ആരെങ്കിലും മത്സരിച്ചിരിക്കുന്നെങ്കിൽ ദൈവമേ, പിശാചിന് വിട്ടുകൊടുക്കരുത്. നീ അവരെ മുദ്രയിട്ട് കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരവസരം കൂടെ കൊടുക്കണമേ കർത്താവേ. ഈ രാത്രി ഈ ജനത്തെ ഇങ്ങനെ സന്ദർശിപ്പാൻ തിരുമേനിക്ക് തിരുവുള്ളം തോന്നിയതിനാൽ സ്തോത്രം. സുവിശേഷമെന്ന ആ വലിയ രക്ഷയുടെ മർമ്മം കാര്യകാരണ സഹിതം ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. കർത്താവേ, നീ തരുന്ന രക്ഷ അത് സൗജന്യമാണ്, അത് ദാനമാണ്. അത് ഞങ്ങൾ സ്വീകരിക്കാൻ ആകെ ചെയ്യേണ്ടത് പാപത്തെ ഏറ്റുപറയുക, പാപത്തെ ഉപേക്ഷിക്കുക, പൊട്ടിക്കരഞ്ഞനുദപിക്കുക, തിരുസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവമേ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് കണ്ണുനീർ വീഴ്ത്തിയ സകലരെയും നീ കണ്ടല്ലോ. പാപം ഈ മുറ്റത്ത് വെച്ച് ഉപേക്ഷിച്ചവരെ നീ കണ്ടല്ലോ. മാനസാന്തിരപ്പെട്ടവരെ നീ കണ്ടല്ലോ. ദൈവമേ, നീ അവരെ നെഞ്ചകത്ത് സ്വീകരിക്കണം. അവരുടെ ഉള്ളിൽ നീ കൂടുകൂട്ടി പാർക്കണം. ഈ ജനത്തെ അനാഥരായി വിടുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത നാഥ, നിന്റെ മക്കളെ നീ നെഞ്ചോട് ഒട്ടിക്കണം. കർത്താവേ, നിന്റെ ദാസനെ നീ ബലത്തോടെ നിർത്തിയതിനാൽ സ്തോത്രം. ഈ ജനത്തെ ഈ രാത്രി വ്യക്തമായി സ്വർഗം സന്ദർശിച്ചതിനാൽ സ്തോത്രം. അനേകം ആളുകളെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് വിളിച്ചു ചേർത്തതിനാൽ സ്തോത്രം. തമ്പുരാനിയെ, മഹത്വം തിരുമേനി എടുക്കണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.